ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാസീസ് വീൽസ്. ഞാൻ റുവാൻ ഫാത്തിമ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ പൊടിക്കൈയുമായിട്ടാണ്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ അല്ലേ, ഒരുപാട് രോഗങ്ങളൊക്കെ നമ്മൾ അലട്ടുന്നൊരു സമയമാണ്. നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള സാധനങ്ങളും ചേരുവകളും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ശരീര പ്രതിരോധ മാർഗവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ചുമയോ ജലദോഷമോ പനിയോ തൊണ്ടവേദനയോ ഉള്ളപ്പോൾ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാട്ടോ. നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു കൂട്ടാണ്. പേഴ്സണലി ഉപയോഗിച്ച് നല്ലൊരു റിസൾട്ട് തന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. ആദ്യം തന്നെ ഒരു ചെറുനാരങ്ങ എടുക്കുക. നല്ല പഴുത്ത നാരങ്ങ തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. എനിക്ക് പഴുത്ത നാരങ്ങ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കൽക്കണ്ടമോ ഹണിയോ ഉപയോഗിക്കാം. ഹണിയാണ് ഏറ്റവും ബെസ്റ്റ്. ഹണി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പഞ്ചസാര ഉപയോഗിച്ചത് കേട്ടോ. 2 ടീസ്പൂൺ പഞ്ചസാരയാണ് വേണ്ടത് ഒരു നാരങ്ങയ്ക്ക്. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ്. അത് ഓർഗാനിക് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഓർഗാനിക് ഇല്ലാത്തവർ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വീട്ടിലിരിക്കുന്നത് തന്നെ ഒരു നുള്ളു ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഒരു നാരങ്ങ മുറിച്ച് പിഴിഞ്ഞെടുക്കാം. അപ്പം നമ്മൾ കുരുവില്ലാതെ പിഴിഞ്ഞെടുത്തു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു നാരങ്ങയ്ക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടീസ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഹണി അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കിതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കൂട്ട് ഒട്ടും പഞ്ചസാരയുടെ തരിയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് 2 വയസ്സുള്ള കുട്ടികൾക്ക് മുതൽ ഇത് കൊടുക്കാവുന്നതാണ്. 2 വയസ്സുള്ള കുട്ടികൾക്ക് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വെച്ചിട്ടും മുതിർന്നവർക്ക് 1.5 ടീസ്പൂൺ വെച്ചിട്ടുമാണ് ഇത് കഴിക്കുന്നത്. ഇത് 3 നേരം കഴിച്ചാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്